ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഈ ബാഗിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകുന്നത് എന്താണ്, എന്തിനാണ് എന്നൊക്കെ അവൻ ചിന്തിക്കണല്ലേ. അപ്പം ഞാൻ ആ കൊണ്ടുപോകുന്നത് എന്താ വെച്ചാൽ കണ്ടാലറിയാം, എന്നാലും ഞാൻ പറയാണ്. മറ്റേ മാസ്കാണ് കേട്ടോ. അപ്പം മോനിക്ക് ഇപ്പോൾ പനിയും പിന്നെ ലൂസ് മോഷന് ജലദോഷമൊക്കെ ഉണ്ട്. അപ്പം അതിന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് നെബുലൈസ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ മോൻ്റെത് ഉണ്ടല്ലോ, മോൻ്റെത് ചെയ്യിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ അവിടെയും കുറേ ആൾക്കാർ മാറി മാറി ഇത് ഉപയോഗിക്കണമൊക്കെ അല്ലേ. അപ്പം അത് കാരണമാണ് മോൻ്റെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ബാഗിലെടുത്ത് വെച്ചെന്നുള്ളൂ, നമുക്കറിയില്ല അവിടെ പോയാൽ എന്താണെന്നുള്ളത് അവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് അത് എടുത്ത് വെച്ചത്. അപ്പോൾ അതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതേ പോണ വഴിക്ക് ഇവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ അവനക്കാണെങ്കിൽ പനി ഇത്ര ദിവസമൊന്നും ഉണ്ടായിരുന്നില്ല, ജലദോഷമായിരുന്നു ആദ്യം വന്നത്. അത് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഡോക്ടറൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോക്കുമ്പോൾ ലൂസ് മോഷനായി അത്. അപ്പം അതും ഉണ്ട്. പിന്നെ ഇന്നലെ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനിക്കുക. നമ്മൾ ഒരു നേരം നോക്കുമ്പോൾ പനി ഉണ്ടാവും, ഒരു നേരം നോക്കുമ്പോൾ പനിയില്ല. അങ്ങനെ ഇടയ്ക്ക് മാത്രമായിട്ട് ഇങ്ങനെ പനിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്തായാലും ഡോക്ടറെ കാണിക്കാൻ വിചാരിച്ച് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. ഈ ഡോക്ടർ ഇവിടെ അടുത്ത് തന്നെ പ്രൈവറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആളെ കാണാൻ വേണ്ടി പോയപ്പോൾ വിളിക്കാതെയാണ് പോയത്. അപ്പം അത് കാരണം നമ്പറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പകലിരിക്കണ ഭാഗത്തേക്കാണ് കേട്ടോ പോണത്, മറ്റേ പുത്തൻപീടിക എന്ന് പറഞ്ഞ ഭാഗമാണ്. അപ്പോൾ അതേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. അപ്പോൾ റിസപ്ഷനിൽ പോയിട്ട് ഉപ്പ അവിടെ കാർഡൊക്കെ കാണിച്ചു കൊടുത്ത് ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ്. നോക്കുമ്പോൾ ഞങ്ങൾ രാത്രി ചില ടൈമിൽ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ആ ഡോക്ടർ പകലിരിക്കണത് ഞങ്ങൾ ആ പോയ ഭാഗത്തല്ല, അപ്പോൾ വീണ്ടും മേലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ മുകളിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അത് വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ നമ്പർ 21 കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളെ നമ്പർ ആയപ്പോൾ ഞങ്ങൾ കയറിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നിച്ചുമോനിക്ക് പനിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വിരലുമ്മ വെച്ചപ്പോൾ തന്നെ അവൻ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു വിധത്തിലൊക്കെ അത് കഴിഞ്ഞ് പിന്നെ അതേ ഞങ്ങൾ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഡോക്ടറൊക്കെ കാണിച്ച് കഴിഞ്ഞ് എന്നിട്ട് ഇപ്പോൾ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ അതും മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വണ്ടി ഓടിച്ചേ. അത് മരുന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതെ, ഈ ഡ്രോപ്പാണ് തന്നത്. മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നിച്ചുമോനിക്ക് കൊടുക്കണം. ഇത് ഭക്ഷണത്തിന് ശേഷം കൊടുക്കണം. അതുപോലെ പനിയുടെ മരുന്നുണ്ട്. പിന്നെ അത് മൂക്കിലിറ്റിക്കാനുള്ള, ഇത് പനിയുടെ ഫെപ്പാനി, അതൊക്കെ ഒന്ന് കൊടുക്കട്ടെ. എന്തായിട്ടാണ് അത് കുടിക്കുന്നുണ്ട്. മറ്റേ കൊടുക്കുമ്പോഴാണ് കൊച്ചുകൂടണ്ട് കുടി. അങ്ങനെ ഗുഡ് ബോയ്. ഇല്ലാട്ടാ. ഇതേ ഉമ്മച്ചി തരാ. വായ തുറക്കട. എന്നാ കുടിക്ക്. അവിടെ അല്ല ഇവിടെ വിട്. ഷോ നിച്ചുമോനിക്ക് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടോ. പക്ഷെ എനിക്ക് കൊടുത്തിട്ടും കുടിച്ച് കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഇതേ മരുന്ന് കൊടുത്തതിൻ്റെ ഒക്കെ എടുത്തിട്ട് പിന്നെ വായ ഇട്ടിട്ട് ഇതാക്കെ. നിച്ചു മുത്ത് കുടിച്ചോ. തിരിച്ചിട്ടാണ് കുടിക്കുന്നത്. ചിരിക്കണ്. ചോ ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാനാ പറഞ്ഞിരിക്കണം. കുറവില്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് പോകണം അല്ലേ പൊന്നാ. എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.
അപ്പം ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ സീ യു.